മരിച്ചുപോയ ഒരു പെൺകുട്ടി വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. അവളെ കണ്ട് അച്ഛൻ വളരെയധികം സന്തോഷിക്കുന്നു. അച്ഛൻ അവളെ ബാത്റൂമിലേക്ക് കൊണ്ടുപോയി കുളിപ്പിക്കുന്നു. അവളുടെ മുടിയെല്ലാം ചീകാൻ കഴിയാത്തത്ര കട്ടിയായിരിക്കുന്നു. തലയുടെ പുറകിലായി സ്റ്റിച്ചുകളുമുണ്ട്. അവൾ അച്ഛനെ തിരിഞ്ഞു നോക്കി ചെറുതായെന്ന് ചിരിക്കാൻ ശ്രമിക്കുന്നു. ആക്ച്വലി ഈ പെൺകുട്ടി എങ്ങനെയാണ് മരിച്ചതെന്ന് വെച്ചാൽ അവർ താമസിക്കുന്ന സ്ഥലത്ത് ട്രക്കുകൾ വളരെ വേഗത്തിലാണ് പോകുന്നത്. ഇവളുടെ പിറന്നാൾ ദിവസം ഒരു ട്രക്ക് ഇടിച്ചവൾ മരിക്കുന്നു. ഇയാൾക്കും നെയ്ബറിനും മാത്രം അറിയാവുന്ന മരിച്ചുപോയവരെ ജീവനോടെ തിരികെ കൊണ്ടുവരുന്ന ഒരു സ്ഥലത്ത് ഇയാൾ തന്റെ മകളെ കൊണ്ടുപോയി കുഴിച്ചിടുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ ഇവൾ ജീവനോടെ തിരിച്ചു വന്നിരിക്കുന്നത്. അവളെ കുളിപ്പിച്ചതിന് ശേഷം പേടിയുണ്ടെങ്കിലും ഉറക്കാൻ കിടത്തി അയാളും കിടക്കുന്നു. പിറ്റേന്ന് രാവിലെ ഉണർന്നു നോക്കുമ്പോൾ അവളെ കാണുന്നില്ല. അയാൾ ടെൻഷനായി വന്നു നോക്കുമ്പോൾ അവൾ അടക്കുമ്പോൾ ഇട്ടിരുന്ന ഡ്രസ്സും ഇട്ട് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഡ്രസ്സ് ഇട്ടതിന് അച്ഛൻ അവളെ വഴക്കു പറയുന്നു. അവൾ ദേഷ്യത്തിൽ കയ്യിൽ കിട്ടിയതെല്ലാം പൊട്ടിക്കുന്നു. അതേസമയം അവനെ വിളിച്ചിട്ട് കോൾ എടുക്കാത്തത് കൊണ്ട് വൈഫ് നെയ്ബറിനെ വിളിച്ചു പറയുന്നു. അദ്ദേഹം വരുമ്പോൾ അവൻ ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നു. സംശയം തോന്നി അദ്ദേഹം പുറത്തേക്കിറങ്ങി തിരിഞ്ഞു നോക്കുമ്പോൾ മരിച്ചുപോയ പെൺകുട്ടി അദ്ദേഹത്തെ നോക്കി നിൽക്കുന്നത് കാണുന്നു. അദ്ദേഹം വീട്ടിൽ പോയി ഗണ്ണെടുത്തുകൊണ്ട് വന്ന് നോക്കുന്നു. അവിടെ ആരെയും കാണുന്നില്ല. പക്ഷെ അവൾ പിന്നിൽ നിന്ന് അറ്റാക്ക് ചെയ്ത് അദ്ദേഹത്തെ കൊല്ലുന്നു.